ഗൈസ് എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ ഐഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇതുവരെ കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ്, അതായത് ചിരട്ട കൊണ്ടുള്ള ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത കുറച്ച് ക്രാഫ്റ്റിൻ്റെ കയ്യിലുണ്ട്, അതായത് കുറച്ച് ക്രാഫ്റ്റ് നമ്മൾ വിൽക്കുകയൊക്കെ ചെയ്തു. അതിൽ നിന്ന് ബാക്കി വന്ന കുറച്ച് ക്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ ലാഗടിപ്പിൽ നിന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കൊടുത്തു. ഇതിലും കൂടുതൽ സാധനങ്ങളുണ്ടായിരുന്നു, ബാക്കിയുള്ളതെല്ലാം നമ്മൾ കൊടുത്തു. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഗൈസ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ, അതായത് ഇത് പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ, നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങൾ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എന്നെയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പം ഇതിനകത്ത് വല്ലതും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പം എന്നെയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഫസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മീനാണ്, അതായത് ഒരു മീനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് മൊത്തം ഒരു മുഴുവനായിട്ടുള്ള ചിരട്ടയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. മുഴുവനായിട്ടുള്ള ചിരട്ടയിൽ ബാക്കി പീസൊക്കെ വെച്ച് നമ്മളൊരു മീനെ ചെയ്തെടുത്തേക്കുവാണ്. അപ്പം ഇത് നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് ഈ ഞാനിപ്പം കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നമ്മളൊരു സ്കൂട്ടർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കും ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പീസാണ്, അതായത് ഒരു ഷോ പീസ് പോലെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്കൂട്ടറാണ്. ഇത് ഓരോ പീസാണ്, അതായത് ചിരട്ടയിൽ പീസായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ച് എടുത്തേക്കുന്ന പീസുകളാണ്. അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കൂട്ടറാണത്. പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സ്പൂണുകൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, മൊത്തം ചിരട്ടയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ചിരട്ടയാണ്, അതായത് ഈ ഒരു സ്പൂണെന്ന് പറയുമ്പോൾ ഒരു ചിരട്ടയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇതൊരു ചിരട്ടയാണ്, പീസായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല, ഒരു ചിരട്ടയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മൾ സ്പൂണായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പൂൺ നമ്മൾ ചെയ്തേക്കുവാണ്. പിന്നെ ഇത് ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു ബൗളും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്, അതായത് നമുക്ക് നട്ട്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബൗൾ നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു മുഴുവനായിട്ടുള്ള വലിയൊരു ചിരട്ടയാണ്. ആ ചിരട്ട നമ്മൾ നാരെല്ലാം കളഞ്ഞ് ഉരച്ചെടുത്തിരിക്കുകയാണ്. ഇനി അടുത്തത്, അപ്പോൾ ഗൈസ് അടുത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൈറ്റാണ്, അതായത് നമുക്ക് ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഊരിയൊക്കെ മാറ്റാം നമ്മുടെ ബൾബ് പീസാകുമ്പോൾ. അതുപോലെ ഒരു ലൈറ്റാണ് ഇത്, നമുക്ക് ബെഡ്റൂമിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു ലൈറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ വാളിലൊക്കെ തൂക്കാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇതിനകത്ത് കാണിക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കിഴുത്തയുണ്ട്, അപ്പോൾ ഇത് ആണിയെ തൂക്കി കഴിഞ്ഞാൽ നമ്മൾ വോളിലൊക്കെ ഇങ്ങനെ സെറ്റായിരിക്കും, അതായത് ഇങ്ങനെ സെറ്റായിരിക്കും. അങ്ങനത്തെ ഒരു ബൾബാണ് ഇത്. നമുക്ക് ബെഡ്റൂമിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ആളുകളിൽ നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ലൈറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറാണ്. ഇതും നമുക്ക് ഷോക്കേസിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്നൊരു കാർ നമ്മൾ ചെയ്തിരിക്കുകയാണ്, ഒരു ഷോ പീസ് നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ബീറ്റിലിൻ്റെ ഒരു മോഡൽ കാർ നമ്മൾ ചെയ്തിരിക്കുകയാണ്. മൊത്തം നമ്മൾ ചിരട്ടയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്, അതായത് ഈ വെളുത്തത് വരെ നമ്മൾ ചിരട്ടയാണ്, കരിക്കിൻ്റെ ചിരട്ടയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഓരോ പീസായി എല്ലാ പീസും ഒട്ടിച്ചൊട്ടിച്ച് വെച്ച് ചിരട്ടയിൽ നമ്മൾ അങ്ങനെ ഒരു രൂപമാക്കി എടുത്തിരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചാരുകസേര മോഡൽ നമ്മൾ ഉണ്ടാക്കിയതാണ്, ചാരുകസേരയുടെ മോഡൽ. പിന്നെ നമുക്ക് ചായയൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു കപ്പും കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ചായ കപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 2 ചിരട്ട മേളിലും താഴെ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. പിന്നെ പിടി അതുപോലെ ചിരട്ട കഷ്ണം വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്ത് പിടിയും കൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ ഈ സോപ്പൊക്കെ വെക്കുന്ന സോപ്പ് പെട്ടിയില്ലേ, അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, സോപ്പ് പെട്ടി. അപ്പം ഇത് ഒരു ചിരട്ടയായിരുന്നു, ഒരു ചിരട്ട നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്, സോപ്പ് പെട്ടിയായിട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു തൂക്കുവിളക്ക് ചെയ്തിട്ടുണ്ട്, തൂക്കുവിളക്ക്, അതായത് നമ്മൾ തൂക്കിയൊക്കെ ഇടുന്ന വിളക്ക് നമ്മൾ അതേ മോഡലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വീടുകളിൽ ഷോ പീസായിട്ടൊക്കെ നമുക്ക് വെക്കാം. പിന്നെ ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്.
ചിരട്ട വെച്ച് നമ്മൾ ചെയ്തേക്കുന്നത് തൂക്കുവിളക്ക്. അപ്പോൾ ഇതിൻ്റെ ചങ്ങല തൊട്ട് A to Z സാധനങ്ങൾ വരെ നമ്മൾ ഫുള്ള് ചിരട്ടയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഇതൊക്കെയെന്ന് പറയുമ്പോൾ നമ്മൾ ചിരട്ടയാണ് മൊത്തം. ചിരട്ട ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ചെടുത്തിരിക്കുകയാണ്, എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ കഷ്ണമായിട്ട് അതിൻ്റെ ആ ചങ്ങലയൊക്കെ നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. തൂക്കുവിളക്ക് നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഞാനൊരു തെങ്ങിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്തെടുത്തതാണ്. ചിരട്ട വെച്ച് തെങ്ങിൻ്റെ ഒരു മോഡൽ നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ് ഇത് നമുക്ക് നമ്മുടെ വീടുകളിൽ ഷോ പീസായിട്ടും നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. പിന്നെ നമ്മൾ വള്ളം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നീളമുള്ളൊരു വള്ളം നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. നമ്മൾ മോഡൽ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം ഇതിൻ്റെ കുറച്ചുകൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഒരു മനുഷ്യൻ വരും, ഈ സൈഡിൽ ഒരു മനുഷ്യൻ തുഴയുന്ന പോലെ വരും. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് പൂർത്തിയായിട്ടില്ല. നമ്മൾ പൂർത്തിയാക്കിയുള്ള വീഡിയോ, അതായത് ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. പിന്നെ നമ്മൾ ഒരു കെറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചായയൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുന്ന ഒരു കെറ്റിൽ. ഇതിനകത്തൂടെ നമ്മൾ, അതായത് ഈ ഒരു കിഴുത്തക്കകത്തൂടെ നമ്മൾ എന്തൊഴിച്ചാലും അതിലേക്കൂടെ വരും. ഇതിനകത്തൊരു 2 ഗ്ലാസ് ചായയൊക്കെ കൊള്ളുന്ന ഒരു കെറ്റിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊരു മുഴുവനായിട്ടുള്ള ചിരട്ടയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. പിടിയൊരു ചിരട്ട നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരു ചിരട്ടയുടെ റൗണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ അകംവശം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ അകവശം. നിങ്ങൾ ആ കിഴുത്ത കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ആ കിഴുത്തക്കകത്തൂടെ നമ്മൾ ചായയൊക്കെ ഒഴിക്കുമ്പോൾ നമ്മൾ ചായ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ചായ ഇങ്ങനെ അതിലേക്കൂടെ വരും. അങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു മനുഷ്യനെ ഞാൻ ഉണ്ടാക്കിയതാണ്. അതായത് ഒരു ചൂണ്ടയിട്ട് അതായത് മീനെ പിടിക്കുന്ന ഒരു മനുഷ്യൻ്റെ രൂപം ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊരു മോഡൽ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. മനുഷ്യനെ ചെയ്താൽ എങ്ങനെ ഇരിക്കണമെന്നൊന്ന് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഷോക്കേസിലും ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ബോട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ചിരട്ടയിൽ കുഞ്ഞൊരു ബോട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ പായ്ക്കപ്പൽ, പണ്ടത്തെ പായ്ക്കപ്പൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പണ്ടത്തെ. അത് മോഡൽ നമ്മൾ ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മളൊരു മോഡൽ ചെയ്ത് നോക്കിയതാണ്, ഒരു മാൻ്റെ മോഡൽ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. അപ്പം ഏകദേശം ഒരു മാൻ്റെ രൂപം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മളൊരു മാൻ്റെ രൂപം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ ഷോക്കേസ് പീസായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കിയത്, മോഡലാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഒരു ഫ്ലവർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് A to Z പൂവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നടുക്ക് കൊടുത്തിരിക്കുന്ന ഈ കമ്പില്ലേ, മേപ്പോട്ട് പൂവെല്ലാം കൊടുത്തേക്കുന്ന കമ്പ്, അത് നമ്മുടെ കമുകിൻ്റെ കമ്പാണ്. അതായത് നമ്മൾ ഈ കമുകില്ലേ, നമ്മുടെ പാക്ക് കിട്ടുന്ന ആ കമുകിൻ്റെ കമ്പ് നമുക്ക് വെച്ചതാണ്. പിന്നെ ഇതുപോലത്തെ ഇഷ്ടം പോലെ, അതായത് ഇതുപോലെ മോഡൽ, വേറെ മോഡലൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. അതായത് ഈ മോഡൽ മാത്രമല്ല, വെറൈറ്റി മോഡൽ ഉണ്ടാക്കുന്ന, ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ മോഡൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഒരു നിലവിളക്കും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, ചിരട്ടയിൽ നിലവിളക്ക്. അപ്പം ഈ നിലവിളക്കും നിങ്ങളിപ്പം കണ്ട പൂവൊക്കെ ഓർഡർ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെയായിട്ട് കോൺടാക്ട് ചെയ്താൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒക്കെ കൊടുക്കാം. അപ്പം നിങ്ങൾ എന്നെയായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ A to Z ചിരട്ടയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ റൗണ്ട് തൊട്ട് മേള് വരെ നമ്മൾ ചിരട്ടയിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നിലവിളക്ക്. അപ്പോൾ ഇത് നമുക്ക് അവിടെ വെക്കാം. ഇതൊക്കെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഇതിന് വേണ്ടിയൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വെറൈറ്റി ആയിട്ട്. പിന്നെ ഒരു കാളവണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കാളവണ്ടി, ഒരു ചെറിയൊരു കാളവണ്ടി മോഡൽ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ചിരട്ടയിൽ. ഇതും നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഐറ്റമാണ്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതാണ് പേന, പെൻസിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ പഠിക്കുന്നവരായാലും ഓഫീസിലുള്ളവരായാലും അങ്ങനെയുള്ളവരെല്ലാം നമ്മൾ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പേന. അപ്പോൾ പേന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് കളയാതിരിക്കാൻ വേണ്ടി സ്റ്റാൻഡ് ഉണ്ടാക്കിയേക്കുവാണ്, അതായത് പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കിയേക്കുവാണ്. അപ്പോൾ ഇതൊരു മോഡൽ, ഇത് വേറൊരു മോഡൽ. പിന്നെ വേറൊരു മോഡലും കൂടെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇത് വേറൊരു മോഡൽ. ഇത് 4 ഇടത്തും നമുക്ക് ചിരട്ട
നാലിടത്തും നമുക്ക് ഇതൊക്കെ ഇട്ട് വെക്കാം, അത് പേന ഇട്ട് വെക്കാൻ പറ്റുന്നൊരു പെൻ ഹോൾഡറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ഒരു ബാഗ് പോലെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്ക് ഇയർഫോണൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നൊരു ഒരു ചിരട്ടയിലുണ്ടാക്കിയ ഒരു ചെറിയൊരു സ്പേസ്, അതായത് നമുക്ക് ഇതിനകത്ത് ഇയർഫോണൊക്കെ ഇട്ട് വെക്കാം. അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്നൊരു ചെറിയൊരു ബാഗ് നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്, പേസ് പോലെ നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട കിറ്റിലിൻ്റെ വേറൊരു മോഡൽ കിറ്റിലാണ്. ഇത് വേറൊരു മോഡൽ കിറ്റിയാണ്. നമ്മൾ ഇവിടെ ഹാൻഡിൽ കൊടുത്തെങ്കിൽ ഇത് മേളിൽ ഹാൻഡിൽ കൊടുത്തൊരു കിറ്റിലാണ്. പിന്നെ ഇതിൻ്റെ കുറച്ച് നമ്മൾ വെള്ളം വരുന്നിടം മറ്റേത് കുറച്ച് വളഞ്ഞൊക്കെയാണ് ഇരുന്നത്, പക്ഷേ ഇത് വേറൊരു മോഡൽ കിറ്റിൽ. പിന്നെ ഇതൊരു നീതി ദേവത മോഡൽ നമ്മൾ ചെയ്തെടുത്തേക്കുവാണ്. നമുക്കുണ്ടാക്കണമെന്നൊരാഗ്രഹം വന്നപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയതാണ്. നമ്മൾ ഇതിനകത്തൊന്നും വാർണിഷൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. വാർണിഷ് കൊടുത്താൽ കുറച്ചുകൂടെ കാണാൻ രസമായിരുന്നേനെ. അപ്പോൾ നമ്മൾ ഇത് പീസ് ചിരട്ട ഒട്ടിച്ചെടുത്തേക്കുവാണ്. പിന്നെ അടുത്തത് നമ്മൾ വീടുകളിലൊക്കെ ഇപ്പം നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് നടുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ചെയ്ത ഒരു ഐറ്റമാണ്. നമുക്ക് ചെടിയൊക്കെ നടാൻ പറ്റുന്നൊരു ഇൻഡോർ പ്ലാന്റ് ഐറ്റം നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് സ്റ്റാൻഡ് മാത്രമാകും, ഇതൊരു സ്റ്റാൻഡാകും. പിന്നെ ഇത് നമുക്ക് കൊണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാം. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിവിടെ ഇങ്ങനെ എടുത്ത് വെക്കാം. അങ്ങനെ ഒരു ഐറ്റം നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ വേറൊരു ഐഡിയ പോലെ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലത്തെ ഐറ്റംസൊക്കെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ മോഡൽ പറഞ്ഞു തന്നാൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ, അതായത് ഇപ്പം നമ്മൾ ഉള്ള സാധനങ്ങൾ. പിന്നെ ഇവിടെ ഒരു ഹെലികോപ്റ്ററിൻ്റെ മോഡൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും ചില സാധനങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത്ര ഐറ്റംസാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ കയ്യിൽ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വിറ്റ് ഒക്കെ എടുത്തു. അപ്പോൾ ബാക്കി വന്ന കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ അതിനി കൊടുക്കണം. അതിനും അവർ പറയുമ്പോൾ നമ്മൾ ഫോട്ടോ അയച്ചിട്ട് അവർ പറയും, അപ്പോൾ നമ്മളത് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെയായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ചിരട്ടയിൽ നമ്മൾ വലിച്ചെറിയുന്ന ചിരട്ടയിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. അതായത് നമ്മൾ കത്തിച്ച് കളയുന്നോ വലിച്ചെറിയുന്നോ ചിരട്ടയിൽ നമ്മൾ നമ്മുടെ കലാവിരുതുകൾ കാണിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വീടിൻ്റെ അകത്താണ്. അപ്പം ഇവിടെ വെച്ചാണ് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാസ്റ്റർ ഐഡിയാസിൻ്റെ വീഡിയോസ് എല്ലാം എടുക്കുന്നത് ഇവിടാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസും കൂടെ കാണിച്ചു തരാം. ഇത് ഞാൻ മേടിച്ച ഡ്രില്ലിംഗ് മെഷീനാണ്, ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. പിന്നെ ഗ്രൈൻഡിങ് മെഷീൻ, ഇത് വെച്ചാണ് നമ്മളിപ്പം നാരൊക്കെ ഉരച്ച് കളയുന്നത്. അതായത് ഇതിൻ്റെ ഈ നാരെല്ലാം നമ്മൾ ഉരച്ച് കളയുന്നത് ഇത് വെച്ചാണ്. ഇപ്പം നേരത്തെ നമ്മൾ കൈപ്പണിയായിരുന്നു, ഇപ്പം നമ്മൾ മെഷീനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളുണ്ട്. ഫ്ലഷ് കുക്ക് വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത്, ഫ്ലഷ് കുക്ക്. പിന്നെ ഇത് ഒരു സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു സാധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി പീസുകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുവാണ്. പിന്നെ ഇത് ചിരട്ടപ്പൊടിയാണ്, അരിച്ചെടുത്തേക്കുന്ന ചിരട്ടപ്പൊടി. ഇവിടെ ഇങ്ങനെ അരിച്ചെടുത്തേക്കുന്ന ചിരട്ടപ്പൊടിയാണ്. പിന്നെ ഇത് ചിരട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ചിരട്ടയുണ്ട്, ഞാൻ കാണിക്കാം. ചാക്കിനകത്ത് ഇഷ്ടം പോലെ ചിരട്ട നമ്മൾ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ ഇങ്ങനെ ക്യാമറ വെച്ച് ഈ സാധനമൊക്കെ വെച്ചേക്ക് നടത്തിയിരുന്നാണ് നമ്മൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു റൂമിനകത്താണ്. അപ്പോൾ ഇതാണ് നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാനാണെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ ആണെങ്കിൽ, പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ആവശ്യമുള്ള സാധനത്തിൻ്റെ മോഡൽ അയച്ചു തന്നാൽ ഞാൻ അതുപോലെ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ ഇന്ന് വീഡിയോ ഒക്കെ അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്നെയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനാണെങ്കിൽ അതുപോലെ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം ഞാൻ എൻ്റെ ക്രാഫ്റ്റൊക്കെ കാണിച്ചത് വേറൊന്നുമല്ല,
നമ്മൾ 2 ദിവസം മുമ്പേ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ നമ്മൾ നിർബന്ധിതനായത്. അപ്പോൾ നമ്മൾ ഒരു ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകിലാണ്. പിന്നെ ഇപ്പം മടിയൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പം ഒരു ചെറിയ മടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പം റെഗുലറായിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഇതാവാത്തത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ക്രാഫ്റ്റുമായിട്ട് വരുന്നിടം വരെ ബോണി ബെന്നി ബിഗ് സൈനിങ് ഔട്ട്. ബൈ. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം.